ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചു. ഒരാഴ്ച പിന്നിടുമ്പോഴും എല്ലാവർക്കും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ റേറ്റിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ 7 കുറിച്ചുള്ള വിമർശനങ്ങളും പരാതികളും പരിഭവങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോഴും ബിഗ് ബോസിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് ബിഗ് ബോസ് സീസൺ 7 കുറിച്ചുള്ള വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കണില്ല. കാരണം വീണ്ടും ഓരോ കണ്ടൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാത്രം എന്തിനും മിണ്ടാതിരിക്കണം? അതിനെക്കുറിച്ച് നമുക്ക് സംസാരിച്ചാലോ? ഇപ്പം ലക്ഷ്മിയാണ് എല്ലാവരുടെയും ഒരു പ്രധാന ഘടകം. ലക്ഷ്മിയെക്കുറിച്ചാണ് എല്ലാവർക്കും മനസ്സിലാവാത്ത ഒരു കാര്യം. ലക്ഷ്മി കുമ്പിടിയാണ് എന്ന് പറയണു ചിലർ പറയണു ഡബിൾ സ്റ്റാൻഡാണ് പറയണു, ചിലർ ഡബിൾ സിൻഡ്രം പറയണു. അങ്ങനെ ലക്ഷ്മിക്ക് ഒരുപാട് പേരുകൾ ഇപ്പോൾ ഈ ബിഗ് ബോസ് സീസണിൽ റീ എൻട്രിക്ക് ശേഷം കിട്ടി. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ലക്ഷ്മി തന്നെ ആയിരിക്കും, അല്ലാതെ വേറെ ആരുമല്ല. ലക്ഷ്മി തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാരണം ലക്ഷ്മി ബിഗ് ബോസ് റീ എൻട്രി ആദ്യം വൈൽഡ് കാർഡായി വന്ന വ്യക്തിയാണ്. വൈൽഡ് കാർഡായി വരുമ്പോൾ പുറത്ത് എന്തൊക്കെയാണ് നടക്കണമെന്ന് അറിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് വന്നിരിക്കുന്നത്. എന്നിട്ട് അനിമോളുമായിട്ട് വലിയ സംസാരമോ കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴും അനിമോളുമായിട്ട് കുറച്ചൊരകലം പാലിച്ച് തന്നെയായിരുന്നു ലക്ഷ്മി അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലക്ഷ്മി ഔട്ടായി പോയിട്ട് ഫസ്റ്റ് ഇൻ്റർവ്യൂ അഞ്ജന നമ്പ്യാരുമായിട്ട് എടുക്കുമ്പോഴും പറഞ്ഞത് ഏറ്റവും ഫേക്ക് പേഴ്സൺ ആരാ ചോദിച്ചപ്പോൾ അത് നമ്മുടെ അനിമോളാണെന്ന് പറഞ്ഞു. അനിമോളുമായിട്ട് ഒത്തുപോകാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റീ എൻട്രി ആയിട്ട് വന്നു നമ്മുടെ ലക്ഷ്മി വന്ന ശേഷം അനിമോളുമായിട്ടായിരുന്നു കൂടുതലും കമ്പനി. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും. അപ്പോൾ പറഞ്ഞു അനിമോളെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ടാണ് ഞാൻ അനിമോളുടെ കൂടെ കൂടിയെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, അനിമോളെ വന്നത് തൊട്ട്, അതായത് അവളെ ആൾക്കാരെല്ലാം കൂടെ ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ, ബിൻസിക്കും നമ്മുടെ ശൈത്യക്കൊക്കെ. അവരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അനിമോളുടെ കൂടെയായിരുന്നു ലക്ഷ്മി. കയറി ഉടനെ തന്നെ അനിമോളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അനിമോളോട് നീ അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ, നീ നല്ല സപ്പോർട്ടാണ് നിനക്ക്, നീ അങ്ങനെ പറഞ്ഞ് ഒരുപാട് അവളോട് ഇങ്ങനെ വല്ലാതെ ഓവറായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ അനീഷിനോടും എന്തൊക്കെയോ കാര്യങ്ങൾ ചെറുതായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെയൊന്നും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. അനീഷിനോടും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ നല്ലവണ്ണം മാറിയിട്ടുണ്ട്, ഈ മാറ്റമാണ് നിങ്ങൾക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ദൂരം നടന്ന് സംസാരിക്കണമൊക്കെ കണ്ടു. പക്ഷെ അനീഷിനെ അതായത് ലക്ഷ്മി ഔട്ടായി പോയ ശേഷം അനീഷിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത്ര നല്ല അഭിപ്രായമൊന്നും ആയിരുന്നില്ല ലക്ഷ്മിക്ക്. ഒട്ടും നല്ല അഭിപ്രായമൊന്നും ആയിരുന്നില്ല. പിന്നെ അവിടെ ചെന്ന് തിരിച്ച് റീ എൻട്രി ആയിട്ട് അവരെല്ലാം കൂടെ വന്ന സമയത്ത്, ബിഗ് ബോസ് ഹൗസിൽ കയറിയ സമയത്ത് നമ്മുടെ ലക്ഷ്മിക്ക് അതുപോലെ അവിടെ നിന്ന് വരുന്നവർക്ക് എല്ലാം അറിയാമല്ലോ, ടോപ്പിൽ നിൽക്കുന്ന 2 കണ്ടസ്റ്റൻസാണ് അനിമോളും അനീഷ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അനിമോൾക്കാണെങ്കിൽ നല്ല ഫാൻസ് ഉണ്ട്, അനിമോളയുടെ കൂടെ ചേർന്ന് നിന്ന നല്ല പേര് കിട്ടും എന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിക്ക് കുറച്ച് മോശം പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വേണമെങ്കിൽ ലക്ഷ്മി വിചാരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ലക്ഷ്മി വിചാരിച്ചിട്ടുണ്ടാവും പോട്ടെ, അനിമോൾക്ക് ആരും സപ്പോർട്ട് അവിടെ ഉണ്ടായിരുന്നില്ല, ആദിൽ നൂറ് എല്ലാം മാറിപ്പോയി, അപ്പോൾ സപ്പോർട്ട് കൊടുത്തതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷേ അങ്ങനെ ചിന്തിക്കാമെന്ന് വെച്ചാലും അതിലും ഒരു പ്രശ്നം വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അനിമോളെ പറ്റിയിട്ട് അനിമോൾക്ക് കപ്പ് കിട്ടിയതിന് ശേഷം നമ്മുടെ ലക്ഷ്മിക്കുട്ടി സംസാരിക്കുന്നുണ്ട്. അതായത് അനിമോളെ നഷ്ടപ്പെട്ടത്, അനിമോളുടെ ഫ്രണ്ട്ഷിപ്പ്, അതായത് ആദിലും നൂറിയും അനിമോളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടത്, അതിൻ്റെ ഏറ്റവും വലിയ, അതായത് അനിമോളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടത് കൊണ്ട് വിഷമം വരുന്നത് അനിമോൾക്കല്ല, ആദിലയ്ക്കും നൂറയ്ക്കുമാണ്. ഇത്രയും നല്ലൊരു മനസ്സുള്ള അനിമോളെ നഷ്ടപ്പെടുത്തിയത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തെറ്റാണ്. അനിമോൾക്ക് ഒരു പ്രശ്നവും വരാനില്ല, പക്ഷെ നിങ്ങൾക്കാണ്, അതായത് ആദില, നൂറ, ശൈത്യ, നിങ്ങളുടെ ലൈഫിലാണ് ഭയങ്കര പ്രശ്നം വരാൻ പോകുന്നത്. ഇത്രയും നല്ലൊരു തങ്കപ്പെട്ട ഹൃദയമായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ
അതുവരെ ഞാൻ ശരി സമ്മതിച്ചു, ലക്ഷ്മി വേണമെങ്കിൽ ഇവളോട് ഇങ്ങനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തണ കാരണം സപ്പോർട്ട് ചെയ്തായിരിക്കും. പക്ഷേ ഇത് പക്കാ ഫേക്കാന്നുള്ളത് മനസ്സിലായി. ഇത്രത്തോളം അവളെ ഇങ്ങനെ പുകഴ്ത്തി 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 വാനോളം പുകഴ്ത്താനായിട്ട് ഒരു ദേവകന്യകയൊന്നുമല്ല എന്തായാലും അനുമോള്. ഇത്ര അനുമോളുടെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ട നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമെന്ന് പറയാൻ അത്രയ്ക്കും വലിയ മഹത് വ്യക്തിത്വമൊന്നും അനുമോൾ അതിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടില്ല. അതെല്ലാവർക്കും അറിയാം. അത്രയ്ക്കും വലിയ പുണ്യവതിയൊന്നുമല്ല. അവൾക്ക് എന്താണ് കപ്പ് കിട്ടാൻ വേണ്ടി അവൾ കുറേ അഭിനയിച്ചു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ അനുമോൾ അവിടെ വലിയ എന്താണ് നമ്മൾക്ക് എന്താ പറയുക കിരീടം വെച്ച് കൊടുത്ത് അവളെ വാഴിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും അവൾ പ്രേക്ഷകർക്ക് തന്നിട്ടില്ല. പ്രേക്ഷകർക്ക് തന്നത് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിന് വീണ്ടും വീണ്ടും പറയണില്ല. അതെനിക്ക് തന്നെ ഒരു ബോറായി തോന്നുകയാണ് അനുമോൾ അവിടെ ചെയ്തു കൂട്ടിയത്. ഈ ലക്ഷ്മി പറയത്തക്ക കാര്യങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ല. അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റും. കാരണം അനുമോളുടെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുത്തിയ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നം വരുന്നുള്ള പോലെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓ ഇവള് മറുകണ്ഠം ചാടിയതാണ് എന്ന്. കാരണം ആ ഫേക്ക് മാറ്റി ഒന്ന് എന്താണ് അതായത് ലക്ഷ്മിക്കുള്ള ആ ഒരു നെഗറ്റീവ് പോയിട്ട് അവൾക്ക് പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുള്ളത്. അങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ അങ്ങനെ അന്ന് രാവിലെ പിറ്റേ ദിവസം മറ്റേ അനുമോള് വീട്ടിലെത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെ വിളിച്ചു സംസാരിച്ചു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, എന്നെ ലക്ഷ്മി വിളിച്ചിട്ടുണ്ടായിരുന്നു, ലക്ഷ്മിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടം വരെ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയക്കലും വിളിക്കലും ഒക്കെ ആയിട്ട് അനുമോളുമായിട്ട് കട്ട ഫ്രണ്ട്ഷിപ്പിൽ തന്നെ ആയിരുന്നു നമ്മുടെ ലക്ഷ്മി അമ്മ. അതിനുശേഷം ആണ് നമ്മുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഡോക്ടർ റോയ് സാറ് 10 ലക്ഷം നമ്മുടെ അനീഷിന്, അതായത് 10 ലക്ഷമല്ല ശരിക്കും കപ്പ് കിട്ടാൻ അർഹനാണ് അനീഷ്, പക്ഷെ അത് കിട്ടിയില്ല. എന്തോ ഭാഗ്യദോഷം എന്ന് പറയാം, അല്ലെങ്കിൽ PR-കളുടെ കളി. ഭാഗ്യദോഷമല്ല, PR-കളുടെ കളി കാരണം കിട്ടിയില്ല, അത്രേ പറയാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അനീഷിന് കിട്ടിയില്ലല്ലോ. അപ്പോൾ അനീഷിന് കൊടുക്കണമെന്നുള്ളൊരു ന്യൂസ് വരികയും ചെയ്തു. പിറ്റേ ദിവസം അദ്ദേഹം വന്ന് കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് അവിടെ ലക്ഷ്മി അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു, എന്താണ് ലക്ഷ്മി അനുമോളെ തഴഞ്ഞിപ്പോൾ അനീഷിൻ്റെ അടുത്ത് എത്തിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചു, അനീഷിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും, അനീഷിനോട് അങ്ങനെയൊക്കെ ആയിരിക്കുന്നു. പിന്നെയാണ് മനസ്സിലായത്, കുറച്ച് നമ്മുടെ ലക്ഷ്മിയമ്മയ്ക്ക് കുറച്ച് സ്ക്രീൻ സ്പേസും അങ്ങനെ കുറച്ച് എന്തിൻ്റെയൊക്കെ ഒരു കുറവുള്ള പോലെ ഫീൽ ചെയ്യണ പോലെ തോന്നി. അപ്പോൾ അതെല്ലാം കൂടെ നികത്താൻ വേണ്ടിയിട്ടാണോ അനീഷിൻ്റെ കൂടെ കൂടിയെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അനീഷിനെ കുറിച്ച് അങ്ങനെ ബിഗ് ബോസിനകത്ത് വലിയ അഭിപ്രായമൊന്നും ആയിരുന്നില്ല വ്യക്തിക്ക്. ഈ പറയണ നമ്മുടെ ലക്ഷ്മിയമ്മയ്ക്ക് അത്രയ്ക്ക് വലിയ കാര്യമൊന്നും ആയിരുന്നില്ല. അതുപോലെ തന്നെ തിരിച്ച് വന്ന് പുറത്തിറങ്ങിയപ്പോഴും അനീഷിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊന്നും അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കപ്പ് കിട്ടിയ സമയത്തും അയ്യോ എന്താണ് അനീഷിന് കിട്ടുന്നതിനെ കുറിച്ചൊന്നും അനീഷിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വെപ്രാളോ അങ്ങനെയൊന്നും നമ്മൾ കണ്ടില്ല. അനുമോൾക്ക് കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം, അയ്യോ എനിക്ക് കപ്പ് കിട്ടിയ പോലെയാണ് അനുമോൾക്ക് കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഇരുന്നത്. പക്ഷേ ആ സമയത്തൊന്നും അനീഷിനോടുള്ള ഒരു അത്രയ്ക്ക് വലിയൊരു താല്പര്യമൊന്നും കക്ഷിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് എങ്ങനെ വന്നു ഈ സ്നേഹം എന്നുള്ളതാണ്. എന്തായാലും അനീഷിന് അർഹതപ്പെട്ട തന്നെയാണ്. 10 ലക്ഷം അല്ലെങ്കിൽ കൂടെ അനീഷിന് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ലക്ഷ്മി വന്നതിലും സത്യം പറഞ്ഞാൽ എനിക്കും ഒരു സന്തോഷം തന്നെ തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷ് അവിടുത്തെ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. ആ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലക്ഷ്മി വന്നുല്ലോ. ആ കുട്ടി നല്ല മനസ്സോടെ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കുട്ടിയുടെയൊക്കെ അഭിനന്ദനം അർഹിക്കുന്നു, സത്യം ലക്ഷ്മി. പക്ഷെ അനീഷിൻ്റെ അടുത്തേക്ക് വന്നതിൽ എനിക്ക് സത്യം നമ്മുടെ ലക്ഷ്മിയോട് ഭയങ്കര സ്നേഹം തോന്നുന്നു. പക്ഷെ അനുമോളെക്കുറിച്ച് ആ പറഞ്ഞ വാക്ക് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് സത്യസന്ധമായിട്ടല്ല ലക്ഷ്മി പറഞ്ഞതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം പിറ്റേ ദിവസം ചോദിച്ചു എന്തിങ്ങനെയുണ്ട് അനുമോളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അനുമോൾക്ക് കുറേ ആൾക്കാരുണ്ട്, അവരുമായിട്ട് സംസാരിച്ചോളൂ, അന്ന് ആരും ഹൗസിലില്ലാത്ത കാരണം ഒറ്റപ്പെട്ട കാരണം ഞാൻ നിന്നതാണ് എന്ന് പറഞ്ഞു. അതെന്തോ ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ല സത്യസന്ധനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ കോൺഫിഡൻറ്റ് ഇത് കൊടുത്തു, 10 ലക്ഷം കൊടുത്തു പറഞ്ഞല്ലോ, അതന്നെ വലിയ കാര്യമാണ്. കാരണം സാധാരണക്കാരൻ പറഞ്ഞിട്ട് തന്നെ അദ്ദേഹം കൊടുത്തത്. അപ്പോൾ എന്തായാലും ലക്ഷ്മിയുടെ ഡബിൾ സ്റ്റാൻഡാണോ ഡബിൾ സിൻഡ്രോം ആണോ എന്നൊക്കെ ചോദിച്ചാൽ അവിടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ച നടക്കുകയാണ്.
അങ്ങനെ അനീഷ് ഫാൻസ് പറയുന്നുണ്ട് അനീഷിൻ്റെ സപ്പോർട്ട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മി വന്നതെന്ന്. എന്തായാലും അനീഷിൻ്റെ അടുത്തേക്ക് വന്നത് സത്യസന്ധമായിട്ടാണെങ്കിൽ ലക്ഷ്മി നിങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്.